SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാന്റുകളും അലവൻസുകളും മുടങ്ങിയിട്ട് 2 വർഷം. ഗ്രാന്റുകളും അലവൻസുകളും മുടങ്ങിയതോടെ വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിലെ SC/ST വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം പ്രതിസന്ധിയിലായി. വിദ്യാഭ്യാസ ഗ്രാന്റുകൾ നൽകാത്ത സർക്കാർ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഗ്രാന്റ് സംരക്ഷണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായമായാണ് ഗ്രാന്റുകൾ അനുവദിച്ചത്. താമസം, ഭക്ഷണം, യാത്ര എന്നീ ചിലവുകൾക്കായി ഒരു വിദ്യാർത്ഥിക്ക് 3600 രൂപയാണ് സർക്കാർ ഗ്രാന്റായി നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഗ്രാന്റുകൾ ലഭിക്കുന്നില്ല. 24,000 രൂപ തന്നെ ഫീസാവും. സെം ഫീസ്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റത്തേൽ മാത്രമേ ഫീസ് വന്നിട്ടുള്ളൂ. അതിൻ്റെ പകുതി പൈസ മാത്രമേ വന്നിട്ടുള്ളൂ. 12,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ 6th സെമ്മായി, തേർഡ് ഇയർ ആയിട്ടും ഒരു ഫണ്ട് പോലും അക്കൗണ്ടിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കേണ്ടതായ ഫീസൊന്നും അടയ്ക്കാത്തതുകൊണ്ട് കോളേജിൽ ചെന്നിട്ട് പലപ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് എക്സാം എഴുതാറുള്ളത്. പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും എക്സാം കൺട്രോളറിൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് ഞാൻ പൈസ മേടിച്ച് അടച്ചിട്ടുള്ളത്. അവരൊക്കെ പലപ്പോഴും സഹായിച്ചിട്ടാണ് എക്സാമിന് എഴുതിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് എഴുതുമ്പോൾ തന്നെ ഗ്രാന്റ്സ് കിട്ടുമ്പോൾ അതിലൂടെ അവർക്ക് മടക്കി കൊടുക്കാമെന്നാണ് പലപ്പോഴും പറയാറുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ പോലും മാനസികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ പുസ്തകത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും പഠന കാര്യങ്ങളിലാണെങ്കിലും വണ്ടിക്കൂലിക്കാണെങ്കിലും ഒരു നേരത്തെ റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലെങ്കിൽ തന്നെ പഠനത്തെ ബാധിക്കാം. പാലക്കാട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ ഊരുകളിൽ നിന്ന് മറ്റു ജില്ലകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനകാലത്തെ അതിജീവനത്തിന് ഗ്രാന്റുകളെയാണ് ആശ്രയിക്കുന്നത്. ഗ്രാന്റുകൾ മുടങ്ങിയതോടെ പലരും പഠനം ഉപേക്ഷിച്ച് ഊരുകളിൽ തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ട്. പ്രൈവറ്റ് ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഭീമമായ തുകയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല. അവർ പ്രാക്ടിക്കൽ എക്സാം എഴുതാതെ എക്സാമുകൾ പോലും സ്കിപ്പ് ചെയ്തുകൊണ്ട് ഊരിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്താ വെച്ചാൽ 2 വർഷത്തെ പെൻഡിങ് തുക എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഏകദേശം 50,000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഈ തുക പോലും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഗ്രാന്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നിരന്തരം സർക്കാരിനെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ഗ്രാന്റുകൾ വിതരണം ചെയ്യാനുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടും അർഹതപ്പെട്ടവർക്ക് നൽകാത്തത് ജാതീയവും വംശീയവുമായ വിവേചനമാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. റാഫി കരീം, മീഡിയ 1, കൊച്ചി.